ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി കണ്ണൂർ സ്റ്റൈൽ ഗരം മസാല പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരാറുള്ളത് ഈ ഒരു കണ്ണൂർ സ്റ്റൈൽ ഗരം മസാലയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, ഈ ഒരു ഗരം മസാല പൊടി എന്ന് പറയുന്ന റെസിപ്പി ഓരോ വീടുകളിലും, അതായത് ഓരോ നാട്ടിലും ഓരോ മെത്തേഡിലായിരിക്കട്ടെ ഉണ്ടാക്കുക. എല്ലാ വീടുകളിലും ഒരുപോലെ ഒരിക്കലും ഉണ്ടാക്കില്ല, അവരുടേതായ സ്റ്റൈലിലാണ് ഉണ്ടാക്കുക. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാമയൊക്കെ ചെയ്യുന്ന പണ്ടുകാലം മുതൽക്കേ ഉള്ള ആ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കണ്ണൂർ മിക്ക സ്ഥലങ്ങളിലും ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യാറുള്ളത്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ളൊരു പൊടിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് എങ്ങനെ ചെയ്താലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എത്രയോ ബെറ്ററിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം ഈസി ആയിട്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഗരം മസാലപ്പൊടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂണിൻ്റെ അളവാണ്. അപ്പോൾ ഈ ഒരു സ്പൂണിലാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ സ്പൈസസും അളന്നിട്ട് കാണിച്ചു തരുന്നത്. ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. അല്ലാണ്ട് കപ്പളവൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവണം എന്നില്ലല്ലോ അല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വലിയ ജീരകം, അതായത് ഫെന്നൽ സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് 3 ടേബിൾ സ്പൂൺ ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. അടുത്തത് 2 ടേബിൾ സ്പൂൺ ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഏലക്കായ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർക്കുക. അഥവാ നിങ്ങൾക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ മതിയാണെങ്കിൽ അങ്ങനെയും ചേർക്കുക കേട്ടോ. കൂടാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്ത ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പട്ട നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. പട്ട എടുത്തിട്ട് വലിയ സ്റ്റിക്ക് പട്ട എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള അളവാണ് 3 ടേബിൾ സ്പൂൺ പറഞ്ഞത്. അടുത്തത് 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ക്യൂമിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 5-6 സ്റ്റാർ അനീസ് ചേർത്ത് കൊടുക്കുക. അടുത്ത ഇതുപോലൊരു ജാതിക്ക എടുത്തിട്ടുണ്ട്, നെഡ്മഗില്ല. ഞാൻ ഇതൊന്ന് പൊടിച്ചിട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു 5-6 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിലേക്കൊരു 3-4 ജാതി പത്രയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെയ്സാണ്. ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ചൂടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണമാണ്. ഒന്ന്, ഇത് ചൂടാകുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള ഓയിൽ കണ്ടൻറ്റൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലാണ് ഗരം മസാലയ്ക്ക് നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയിട്ട് തന്നെ ഗരം മസാല പൊടി പൊടിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഒരുപാട് സമയം ഇട്ട് കരിച്ചിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ചൂടാക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലിട്ടിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായ, വലിയ ജീരകം ഇതൊക്കെ എന്തായാലും നമ്മൾ ആ ഒരു കറക്റ്റ് അളവ് തന്നെ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അളവിൽ വ്യത്യാസം വന്നതെന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ജാതി പത്രിയും ബേ ലീഫൊന്നും നിർബന്ധമില്ല കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ഇടാതെയും പൊടിക്കുക, ഇട്ടിട്ടും പൊടിക്കുക, അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഇപ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് തന്നെ ചൂടാക്കി കിട്ടണേ. ഇപ്പം നല്ലപോലെ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണേ. കാരണം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഈ ഒരു പാനിൽ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാൻ ഓൾറെഡി നല്ല ചൂടായിരിക്കുകയല്ലേ, അപ്പോൾ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും നമ്മുടെ ഈ ഒരു സ്പൈസസ് ഒക്കെ. അപ്പോൾ കരിവ് ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്, ഒരു പകുതി ഭാഗത്തോളം ചൂടാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രം സ്പൈസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 2 തവണയാണെങ്കിൽ 2 തവണ, അല്ലെങ്കിൽ 1 തവണ ഇട്ടിട്ട് കുറച്ചായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗരം മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ടിട്ട് ഇത് സൂക്ഷിക്കുക കേട്ടോ, ഒന്നും ആവില്ല. അപ്പോൾ നമ്മുടെ കണ്ണൂരുകാരുടെ ഗരം മസാല ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക, എനിക്കും കൂടി അറിയാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഗരം മസാലയൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്തായാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ എത്രയോ ടേസ്റ്റ് ആണല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൗഡർ നമ്മൾ എത്ര ഇട്ടാലും അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലേവറൊന്നും കറിയിലൊന്നും കിട്ടില്ല. പിന്നെ അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയ ബോട്ടിൽ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ തലശ്ശേരി ബിരിയാണിയിലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ബിരിയാണി മസാല അങ്ങനെ ഉപയോഗിക്കാറില്ല, ഗരം മസാലയാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു മസാലപ്പൊടി ഇതാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ. നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്